യെസ്, കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു. അസ്ലം, ഇപ്പോൾ റദ്ദാക്കിയ നഗരസഭകൾ നോക്കുമ്പോൾ എല്ലാം ഈ മലബാർ മേഖലയിലാണ്. വലിയ പരാതി ഉയരുന്നതും മലബാർ മേഖലയിൽ നിന്ന് തന്നെയായിരുന്നില്ലേ? ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2015 വാർഡ് വിഭജനം നടത്തുകയോ അല്ലെങ്കിൽ പുതിയ മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കുകയോ ചെയ്ത 24 മുനിസിപ്പാലിറ്റികളും ഒരു പഞ്ചായത്തും ഉണ്ട്. 2015 രൂപീകരിച്ച 24 മുനിസിപ്പാലിറ്റികളും ഒരു പഞ്ചായത്തും. ഇതിൽ 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജനം നടത്തിയിരുന്നത്. ഈ സ്ഥലങ്ങൾ വീണ്ടും വിഭജിക്കുന്നതിനെതിരായ ഒരു ഹർജിയാണ് ശരിക്കും. ഇതിൽ എല്ലാവരും ഹർജിക്ക് പോയിട്ടില്ല. 8 മുനിസിപ്പാലിറ്റികളാണ് ഹർജിക്ക് പോയത്. അവർക്ക് വിധി ലഭിക്കുകയും ചെയ്തു. അതായത് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ വാർഡ് വിഭജിക്കപ്പെട്ട അതേ മുനിസിപ്പാലിറ്റികളിൽ അതേ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വാർഡ് വിഭജിക്കുന്നത് അശാസ്ത്രീയമാണെന്നുള്ള ഒരു പോയിന്റാണ് ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ചത്. അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചതും. അവരുടെ ഈ പഠന പഞ്ചായത്തും ആ സമയത്ത് രൂപീകരിച്ചാണ്, അല്ലെങ്കിൽ ആ സമയത്ത് പുനഃസംഘടന നടത്തിയതാണ്. 2015 ഈ മുക്കം, അതോടൊപ്പം തന്നെ ഫറൂഖ് ആണെങ്കിലും ഇവിടെ കൊടുവള്ളി ഉൾപ്പെടെയുള്ള എല്ലാം തന്നെ 2015 രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് വീണ്ടും ഒരു വാർഡ് വിഭജനം എന്നത് ശരിയല്ല എന്നൊരു നിലപാട് കോടതി അംഗീകരിക്കുന്നത്. ഇത് തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗാണ് ഇതിൽ കക്ഷി പോയിരിക്കുന്നത്. മുസ്ലിം ലീഗും UDF ഉന്നയിക്കുന്ന കാര്യം ഇത്തരത്തിലുള്ള അശാസ്ത്രീയതകളൊന്നും പരിഗണിക്കാതെയാണ് വാർഡ് വിഭജനത്തിലേക്ക് സർക്കാർ പോയത് എന്നുള്ള ഗൗരവപ്പെട്ട വിമർശനം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് മറികടന്ന് വാർഡ് വിഭജന നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോയി. അതിലെ അവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി അംഗീകരിച്ചതിലൂടെ ഇത് സംഭവിക്കാതിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ 8 എണ്ണമാണെങ്കിൽ ബാക്കി 24 മുനിസിപ്പാലിറ്റികളിലുള്ള ബാക്കി ആൾക്കാർ കോടതി പോകാനുള്ള സാധ്യത. വെള്ളറ അബ്ദു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കൊടുവള്ളി നഗരസഭാ ചെയർമാനാണ്. ശ്രീ അബ്ദു, റദ്ദാക്കിയ നഗരസഭകളിൽ കൊടുവള്ളിയുമുണ്ട്. ഹൈക്കോടതി ഉത്തരവിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? തീർച്ചയായിട്ടും വളരെ ന്യായമായ ഞങ്ങൾ 8 നഗരസഭാ ചെയർമാൻമാർ കൊടുത്ത കേസിലാണ് വിധി വന്നത്. 2011 സെൻസസ് അടിസ്ഥാനത്തിലാണ് 2016 28 നഗരസഭകളിൽ നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തിയത്, അതായത് വാർഡുകൾ രൂപീകരിച്ചത്. അതിനുശേഷം 2011 ശേഷം ഒരു സെൻസസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാർ ഇപ്പോൾ ഏത് ജനസംഖ്യ കണക്കാക്കിയിട്ടാണ് വീണ്ടും ഡീലിമിറ്റേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് തീർത്തും തെറ്റായ കാര്യമാണ്. അതിന് തന്നെയാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതും ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വന്നതും വളരെ ന്യായമായ ഒരു കാര്യമാണ്, വളരെ സന്തോഷകരവുമാണ്. യെസ്, അതായത് സർക്കാർ നീക്കങ്ങൾക്ക് പിന്നിൽ തീർച്ചയായും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ 37 വാർഡായിട്ട് കൊടുവള്ളി നഗരസഭയെ വിഭജിച്ചിട്ടുണ്ട്. അത് വളരെ അശാസ്ത്രീയമായി, ഒരു മാനദണ്ഡങ്ങളും കാണിക്കാതെ, ഒന്നും കണക്കിലെടുക്കാതെ, പ്രത്യേകിച്ച് വീടുകളുടെ നമ്പറുകൾ അധികം ചേർത്തുകൊണ്ട്, വാർഡുകൾ അശാസ്ത്രീയമായി വെട്ടിമുറിച്ചുകൊണ്ട്, ചില വാർഡുകളിൽ കുറഞ്ഞ വീടുകളും ചില വാർഡുകളിൽ കൂടുതൽ വീടുകളുമൊക്കെ ആയി വളരെ അശാസ്ത്രീയമായിട്ടാണ് ഇപ്പൊ നിലവിൽ വാർഡ് ഇപ്പോൾ ഉള്ള കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഈ കരട് റിപ്പോർട്ടിൽ തന്നെ ഞങ്ങൾ വലിയ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ 2011 സെൻസസ് പ്രകാരം 2016 രൂപീകരിച്ച വാർഡ് വീണ്ടും ഒരു വിഭജനത്തിന് വേണമെങ്കിൽ തീർച്ചയായും ഒരു സെൻസസ് നടക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനമായ കാര്യം അതാണ്. അതായത് വീണ്ടും ഒരു സെൻസസ് പോലും നടത്താതെ വാർഡ് വിഭജനം നീക്കം നടത്തി, അത് തീർത്തും അശാസ്ത്രീയപരം തന്നെയാണ്. തീർച്ചയായിട്ടും നഗരസഭയ്ക്കുള്ളിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ പരാതി ഉയർന്നിരുന്നു ഇതിനെതിരെ. തീർച്ചയായും കൊടുവള്ളി നഗരസഭയിൽ തന്നെ ഇപ്പൊ അവര് കരടിൽ തന്നെ ഞങ്ങൾ 300ഓളം പരാതികളുണ്ട്. ഇത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പരത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ ഭരണ സ്വാധീനം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കരട് വിഭജനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. യെസ്, നന്ദി ശ്രീ വെള്ളറാബു പ്രതികരിച്ചതിന്. അസ്ലമിലേക്ക് ഒരിക്കൽ കൂടി. അസ്ലം, പ്രധാനമായും ഹൈക്കോടതിയിലെത്തിയ ഹർജികളിൽ ഈ വാർഡ് വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാന പരാതികൾ എന്തൊക്കെയായിരുന്നു? വാർഡ് വിഭജനത്തിനെതിരെ നിരവധി പരാതികളുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ ഉത്തരവിനുണ്ടായ അടിസ്ഥാനപരമായ കാരണം എന്ന് പറഞ്ഞത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതും തന്നെയാണ്. അതായത് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് 2015 അല്ലെങ്കിൽ വാർഡ് വിഭജനം നടത്തപ്പെട്ടതാണ് ഈ മുനിസിപ്പാലിറ്റികൾ. ഇവിടെ പുതിയൊരു സെൻസസ് ഉണ്ടാവാതിരിക്കെ വീണ്ടും വാർഡ് വിഭജനം നടത്തുന്നത് അശാസ്ത്രീയമാണ്. കാരണം അങ്ങനെ പുതിയ സെൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് മുനിസിപ്പാലിറ്റികൾക്ക് പരാതി ഉന്നയിക്കാൻ പോയി കഴിയുള്ളൂ. അതുകൊണ്ട് ഈ അശാസ്ത്രീയത മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ വീണ്ടും ഹൈക്കോടതിയിൽ പോവുകയാണെങ്കിൽ 2015 രൂപീകരിച്ച 24ഓളം അശാസ്ത്രീയമായാണ് വാർഡ് വിഭജനം പൂർത്തിയാക്കിയതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനമാണ് റദ്ദാക്കിയത്. വിവരങ്ങളാണ് ലിഡിയ ജേക്കബും തിരുവനന്തപുരത്ത് നിന്ന് KR സാജു, മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്നും നൽകിയത്.